അപ്പോൾ ഗൈസ് ഞങ്ങൾ നാട് വിടാൻ പോവുകയാണ് കേട്ടോ. ഞാനും സോവും കൂടിയിട്ട് ഇന്ന് നാട് വിടാം. രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന്. ഞങ്ങൾ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നിൽക്കുന്നത് പാറയിലാണ്ടാ. പാറ എലപ്പുള്ളി പാറ കേട്ടോ. നമ്മൾ നേരെ പോണത് ഇന്ന് പഴനിക്കാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ പഴനിക്ക് പോവാണ് കേട്ടോ. പോകെ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ കാണിക്കാട്ടെ. നോക്കൂ, രാവിലെ ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കേരളം വിടാൻ പോകാം കേട്ടോ. തമിഴ്നാട്ടിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മുടെ വീടിരുന്നിട്ട് ഞങ്ങൾ ആദ്യം ഗുരുവായൂർ പോകണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് വന്നു. ഇന്ന് ഞങ്ങൾ പഴനിക്കാണ്ട് കേസ് പോകണം. മുരുക ഭഗവാനെ പോയി തൊഴുതാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് കേസ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോണത്. ഞങ്ങൾ കഴിഞ്ഞ തവണ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. ബൈക്കിൽ നമ്മുടെ 2 വീൽ സെറ്റ് ചെയ്ത വണ്ടി, ഈ വണ്ടിയിലാണ് നമ്മൾ യാത്ര പോകണം കേട്ടോ. അപ്പോൾ പോയി തിരിച്ച് വരുന്ന വരെയുള്ള പഴനിയിലെ കാഴ്ചകളും ഒക്കെയാണ് ഇനി വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വണ്ടി കിട്ടിയ വീഡിയോയും നമ്മൾ ഗുരുവായൂർ ഈ വണ്ടി പൂജിക്കാൻ പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേസ്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. നമ്മൾ വീട് ഓപ്പണിങ്ങിൻ്റെ വീഡിയോ നല്ല രീതിയിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഭഗവാന്റെ അടുത്ത് കൂടി നന്ദി പറയണ്ട. നമ്മൾ നേർച്ച ചെയ്തിട്ട് കേസ്. അപ്പോൾ പോകുമ്പോൾ പോകെ നല്ല നല്ല കാഴ്ചകളൊക്കെ എടുത്തിട്ട് പോവാട്ടെ കേസ്. അപ്പോൾ രാവിലെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു യാത്ര, നല്ല തണുപ്പുണ്ട് കേട്ടോ. അന്ന് നല്ല രസമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, നമ്മളെ കേരളം കഴിഞ്ഞ് ഇനി തമിഴ്നാട്ടിലൊക്കെ കയറുമ്പോൾ അതൊരു വേറൊരു ഫീല്. 1 വർഷമായി ഞങ്ങൾ പഴനി പോയിട്ടാ. കഴിഞ്ഞ അതായത് 2025-24 സർ ഒരു കൊല്ലം കഴിഞ്ഞു. 2024 ലാസ്റ്റാണ് ഞങ്ങൾ പോയത്. അതിനുശേഷം ഇപ്പോൾ പോണത് 2026 എന്നൊക്കെ ജനുവരി 7-ാം തീയതിയാണ്. അപ്പോൾ ജനുവരി 7-ാം തീയതിയാണ് ഞങ്ങൾ വീണ്ടും പഴനിയിലേക്ക് പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നല്ല പഴനിയിലെ നല്ല മനോഹരമായ കാഴ്ചകൾ, അതായത് പഴനിയിൽ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാട്ടെ കേസ്. ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തൊക്കെയോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ മാറ്റങ്ങൾ 2026 എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്ന് അവിടെ എത്തിയിട്ട് കാണാട്ടോ. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടിട്ട് പോകട്ടെ. മഞ്ഞുണ്ട്, നമുക്കിപ്പോൾ അറിയില്ല, പക്ഷെ മഞ്ഞൊക്കെ ഉണ്ട് അല്ലേ. നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥലം നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ തണുത്ത് വിറച്ചിട്ടാണ് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെയിലൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം രാവിലെയൊക്കെ. അപ്പോൾ നമ്മുടെ പാലക്കാട് ടു പഴനി യാത്രയിൽ നല്ല ഭംഗിയാണ് കേസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടാകും. പിന്നെ രാവിലെ നേരത്തെയൊക്കെ ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്താ പറയുക, നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാട്ടോ. നമ്മളങ്ങനെ ഗോപാലപുരം എത്തിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റാണ് കേട്ടോ നേരെ കാണുന്നത്. ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഇനി പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോകാൻ പോവാണ്. അല്ലേ സൗമ്യ? അടിപൊളി അല്ലേ? അപ്പോൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കേസ്. നമുക്ക് നിറയെ ലോട്ടറി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ലോട്ടറിയൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. പിന്നെ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി ഇല്ലയെന്നറിയാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല, റൈറ്റ് സൈഡൊക്കെ അടിപൊളി കടകളാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ വലിയ നിറയെ കടകളുണ്ട്. നിറയെ ടിക്കറ്റുകളൊക്കെ വെച്ചിട്ടേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൈസ്. കാണിച്ചു തരാം. ഇതല്ല നമ്മളെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കാം. നല്ല എന്താ പറയുക, നല്ല ഭംഗിയിൽ വലിയായി ലോട്ടറി കടകൾ കാണണമെങ്കിൽ നമ്മൾ ഗോപാലപുരം വരണുണ്ട് കേസ്. നമ്മൾ നേരെയാണ് പോകേണ്ടത്. അപ്പോൾ പൊള്ളാച്ചിക്കാണ് നമ്മൾ ആദ്യം പോകണത്. അവിടെ നിന്നാണ് കേസ് പഴനിക്ക് തിരിച്ചു പോണത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാട് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഗോപാലപുരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പോണത് ഫുള്ള് തമിഴ്നാട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊള്ളാച്ചിക്ക് ഇവിടുന്ന് 15 കിലോമീറ്ററാണ് ഗോപാലപുരത്ത് നിന്ന്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗി. റോഡ് സൈഡ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ. അതേപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൈവേൻ്റെ അവിടെയൊക്കെ. അതേപോലെ ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
ഗോപാലപുരത്തിൽ നിന്നാണല്ലോ നമ്മൾ ലോട്ടറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ വന്നോട്ടെ കേസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചി മുനിസിപ്പാലിറ്റിൻ്റെ മണ്ണിലാണ് കേട്ടോ. നേരെ കാണുന്നതാണ് തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പൊള്ളാച്ചിയിലെ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇനി നമുക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്. നേരെ പോയിട്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലിട്ട കേസ്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് യാത്രയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. സമയം ഇപ്പോൾ 8 മണിയായിട്ടാണ്. ഞങ്ങൾ രാവിലെ 5:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പതുക്കെയാണ് വന്നത് കേട്ടോ. നമ്മുടെ ഈ വണ്ടിയിലാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ പതുക്കെയാണ് വന്നത്. എന്താ പറയുക, നല്ല കംഫോർട്ടായിട്ട് നമുക്ക് പതുക്കെ പോകുമ്പോഴാണല്ലോ അടിപൊളി. അപ്പോൾ പഴനി എത്തുന്ന വരെയുള്ള നല്ല ചെറിയ കാഴ്ചകളാണ്. നല്ല തണുത്ത് അല്ലേ, നല്ല രസമുണ്ട് അല്ലേ. എപ്പം ശരി നല്ല ചൂടുണ്ട് കേട്ടോ. അതെ പോവാ. നമ്മള് വീട് കെട്ടിയിട്ട് ഉള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് ഇറങ്ങിയത്. കുറേ നാളായി പഴനിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ മുരുക ഭഗവാനോട് കഴിഞ്ഞ ഞങ്ങൾക്ക് വീട് പാസ്സായ സമയത്ത് തന്നെ ഞങ്ങൾ നേർന്നാണ് വീട് ഇരുന്ന് കഴിഞ്ഞതും വരാമെന്ന്. കുറച്ച് ദിവസം വൈകി വീട് ഇരുന്ന് 10-15 ദിവസം കഴിഞ്ഞല്ലോ. എന്നിട്ടാണ് ഇപ്പോഴാണ് കേസ് പോകാൻ പറ്റുന്നത്. ആദ്യം ഗുരുവായൂർ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അവിടെ പോയി ഭഗവാനെ കണ്ടിട്ട് വന്നു. എന്തായാലും ഇനി പഴനിയിലും കൂടി പോയി തൊഴുതണം. പിന്നെ നമ്മുടെ വീട്ടിനവിടെയുള്ള കുറേ ക്ഷേത്രങ്ങൾ, ഞങ്ങൾ മെയിനായിട്ട് ഈ ക്ഷേത്രങ്ങൾ പോകുന്ന ആൾക്കാരാണ് കേസ്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് പഴനിക്കേ 66 റൈറ്റാണ്. ഇപ്പം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതേ പോയി കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ, റൈറ്റ് പോയി കഴിഞ്ഞാലാണ് പഴനി കിട്ടുക. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ റൈറ്റ് തിരിയാണ്. നമ്മുടെ റൈറ്റ് സൈഡ് തന്നെയാണ് അല്ലേ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ്. അവർ പോട്ടെ. പൊള്ളാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വിട്ടാൽ മതി കേട്ടോ. നേരെ പഴനിക്ക് പോവാം. ഞങ്ങൾ ഇന്ന് അവിടെ ഉണ്ടാവും കേട്ടോ. പഴനിയിൽ ഞങ്ങൾ ഇന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി റൂമും കാഴ്ചകളൊക്കെ കാണിക്കാട്ടെ കേസ്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ വരുമ്പോൾ നല്ലമ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ കേസ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു പാറൻ്റെ മേലെ ഒരു ശിവക്ഷേത്രം കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് അപ്പുറത്തുകൂടി വരണം, ആ ഭാഗത്തുകൂടി അങ്ങനെ സ്റ്റെപ്പ് കയറി. അത് ശിവക്ഷേത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ അറിയണവരൊന്ന് കമൻ്റ് ചെയ്യട്ടെ കേസ്. ശിവക്ഷേത്രമാണോ അല്ലേ മുരുകൻ്റെ അല്ലേ, അറിയില്ല. ഇവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് ശിവക്ഷേത്രം പോലെ തോന്നിയിട്ടാ. നല്ല രസമുണ്ട്. നമുക്ക് ആ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റെപ്പ് ഉണ്ട്, നേരെ അതിലോട്ട് പോവാം. അവിടെ മുതൽ അങ്ങനെ കയറി പോവാം അല്ലേ. അതാണ് എൻട്രൻസ്. ഇതേ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് വരെ പോയിട്ട് വന്നാലേ സോ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ താഴെ എത്തുണ്ടാ. വലിയ പാറയാണ്. ആ പാറപ്പുറത്താണ് ഒരു ക്ഷേത്രം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫ്രണ്ടിൽ പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു പോവാം. പക്ഷെ ആളുകളൊന്നും കാണാനില്ല കേട്ടോ. ക്ഷേത്രത്തിലെ ആൾക്കാരൊന്നുമില്ല. വീടുകളൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഓ അടിപൊളി കേട്ടോ. നിറയെ സ്റ്റെപ്പ് ഉണ്ട്. ഇത് കയറിയിട്ട് അങ്ങ് പോവാം അല്ലേ. നമ്മൾ പഴനി പോണ റൂട്ടിൽ നല്ലമ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. കണ്ടപ്പോൾ അങ്ങനെ വന്നാണ്. എന്തായാലും നമ്മളിവിടെ ഇപ്പോൾ കയറുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നേരെ പോവാണ് അല്ലേ. നല്ല രസമുണ്ട്. നമുക്ക് ഞങ്ങൾ ഒരു ഹോട്ടൽ തപ്പി നടക്കുകയാണ് കേസ്. ഇത്ര നേരം കണ്ടിട്ടില്ല. അതായത് പൊള്ളാച്ചി, അതെ ഇത് റൈറ്റ് പൊള്ളാച്ചി, നമുക്ക് ഇങ്ങോട്ട് പളനി, ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ പൊള്ളാച്ചി ടൗണിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ എന്തായാലും പറ്റിയില്ല. ശരി, എന്തായാലും ഇനിയിപ്പോൾ പോയിട്ടേ നല്ല ഹോട്ടൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പോണ വഴിക്ക് കഴിക്കാം അല്ലേ. പഴനിക്ക് ഇവിടെ നിന്ന് വീണ്ടും ഒരു 50-55 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കേസ്. പൊള്ളാച്ചി നമ്മൾ കുറേ ദൂരം വന്നു കഴിഞ്ഞു. ഇനി 55 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നല്ല റോഡാണ് കേട്ടോ. ഹൈവേയിൽ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡൊക്കെയാണ്. ഓക്കേ,
അപ്പോൾ ഗൈസ് നല്ല തണുത്ത് വിറച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. എന്താ പറയാ, എന്താണെന്നറിയില്ല. നമ്മുടെ ഇപ്പോൾ തമിഴ്നാട് ഇത്ര തണുപ്പാണ്. നമ്മൾ കേരളത്തിൽ മാത്രം ഇങ്ങനെ തണുപ്പുള്ളൂ വിചാരിച്ചു. ഡിസംബർ ജനുവരിയിലൊക്കെ നമ്മുടെ അവിടെയല്ലേ നല്ല തണുപ്പ്. സമയം ശരിക്കും 10 9 മണിയായി. 9 മണിയായി. ഞങ്ങൾ ഹൈവേ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ കാറ്റാടി പാടങ്ങൾ കാണിക്കാം. ഹൈവേയിലൂടെയാണ് കേട്ടോ പോണത്. നല്ല തണുത്ത് കുറച്ചിട്ടാണ് പോണത്. ഇല്ല സമയം വണ്ടികളൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ അധികം ഇതാക്കാത്ത കേട്ടോ. കാണിച്ചു തരാം. ഓ എന്താ അത്, നല്ല തണുപ്പ്. ശരിക്കും കോട്ട എടുത്തിട്ട് വരേണ്ട സമയമാണ് അല്ലേ? നല്ല വിറക്കുണ്ട് കേട്ടാ. നോക്ക്, താഴെയൊക്കെ നിറയെ കടകളൊക്കെയാണ് കേട്ടോ കാണിക്കാം. താഴെയൊക്കെ നിറയെ കടകളും. തമിഴ്നാട് നമ്മൾ വന്നു കഴിഞ്ഞാലേ കാണില്ലേ നിറയെ കടകൾ കാര്യങ്ങൾ. പിന്നെ റൈറ്റ് സൈഡൊക്കെ കാണിച്ചു തരാം. റൈറ്റ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ട കാറ്റാടി ആ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കാറ്റാടി പാടങ്ങൾ. അതിൻ്റെ കാറ്റൊന്നും അല്ല, എന്താണെന്നറിയില്ല. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും കഴിക്കണം ഗൈസ്. കഴിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അടിപൊളിയില്ലേ സമയം? ഞങ്ങളപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ തമിഴ്നാട് വരുന്നത്. അതായത് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു അല്ലേ 2 മാസം മുമ്പ്. 1 മാസം 1.5 മാസം മുമ്പ് 2 മാസം മുമ്പ് ഞങ്ങൾ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പഴനി ഇത്രയും ദൂരമൊക്കെ നമ്മൾ ബൈക്കിൽ ഇങ്ങനെ വരുന്നത്. അതെ നമ്മൾ ഈ വണ്ടി പുതിയ വണ്ടി കിട്ടിയിട്ട് ഇത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ശരി എന്തായാലും വണ്ടിയിൽ തന്നെ പോകാൻ വേണ്ട. അതൊരു വൈബാണല്ലോ നമ്മളിങ്ങനെ സംസാരിച്ച് നമ്മൾ ജാളിയായിട്ട് ഇങ്ങനെ പോണത്. നല്ല രസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. കാറിൽ ഇല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാറിൽ വരണം. പക്ഷെ ഇന്ന് എന്തായാലും ഞങ്ങൾ ബൈക്കിൽ പോകാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചു. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും നടക്കട്ടെ, പഴനി പോകണം, കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെയൊക്കെ ആട്ടെ കേസ് മനസ്സിലാഗ്രഹം. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോയിട്ട് അവിടെ നിന്ന് കാണാട്ടെ കേസ്. ഓക്കെ അല്ലേ? എന്നാലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അത്രയും തണുപ്പുണ്ടാവും വിചാരിച്ചില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ സ്വെറ്റർ എടുക്കാനും വിട്ടു അല്ലേ? അത് നമ്മൾ ബൈക്കിലല്ലേ, നമുക്ക് അധികം സ്പേസ് ഇല്ല. കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മുടെ പവർ ബാങ്ക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ വെച്ചു. പിന്നെ ഒരു ട്രാവൽ ബാഗ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ഞങ്ങൾ ഡ്രസ്സുകൾ മാത്രം എടുത്തിട്ട് കൂട്ടാണ്. നമ്മൾ ഇന്ന് പോകുന്നു. ഉച്ചയാകുമ്പോഴേക്കും അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പഴനിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോവുക. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഇത് കേട്ടോ. എന്നിട്ട് നാളെ രാവിലത്തെ ദർശനം കാണണമെന്നാണ് ആഗ്രഹം. അതെ, വൈകുന്നേരത്ത് പറ്റിയ തങ്കത്തേരൊക്കെ കാണാൻ പോകണം. പിന്നെ എന്താ പറയുക, നമ്മുടെ വണ്ടി ഏകദേശം ഇപ്പോൾ 3623 കിലോമീറ്ററായി. അതായത് വണ്ടി എടുത്തിട്ട് 2 മാസമാണ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് 500-ൽ ഒന്നാമത്തെ സർവീസും കഴിഞ്ഞു. 3000 ആയപ്പോൾ രണ്ടാമത്തെ സർവീസും കഴിഞ്ഞു കേട്ടോ കേസ്. ഓക്കെ, അപ്പോൾ ഇനി കഴിക്കാൻ പോയിട്ട് അവിടെ നിന്ന് കാണാം. നമ്മുടെ പഴനി യാത്രയിലേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ശരിക്കും എന്താ പറയുക പണി കിട്ടി. കാരണം നല്ല തണുപ്പുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇത്രയും തണുപ്പും മഞ്ഞുള്ള സമയമാണെന്ന് ആലോചിച്ചില്ല കേട്ടോ. അങ്ങനെ വന്നു. പക്ഷെ എന്തായാലും നല്ല വൈബാണ്. ഇപ്പോഴും നല്ല ഇതാണ്. കൈയൊക്കെ ശരിക്കും വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളി പ്ലേസാണ് കേട്ടോ ഞങ്ങൾ വന്ന് നിൽക്കുന്ന സ്ഥലം. അല്ലേ, അടിപൊളി ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇതുവരെ ഇത്ര നേരം കഴിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. കുറേ നേരമായി ഇതുവരെയും കഴിക്കാൻ ഹോട്ടൽ കിട്ടിയില്ല അല്ലേ സൗമ്യ? പൊള്ളാച്ചി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പിന്നെ നമുക്ക് പറ്റിയില്ല കേട്ടോ. അങ്ങനെ വന്നു. ഞാൻ നോക്കട്ടെ, പോയിട്ട് നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാട്ടോ. അപ്പോൾ പോണ മുമ്പേ നമ്മൾ ഇവിടെ നിർത്തി എന്തിനാണെന്നറിയോ? നമ്മൾ ഈ ചോള പാടങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ മരുന്നടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ മരുന്നടിക്കുന്നത് ഒരു കാഴ്ച കണ്ടുട്ടോ കേസ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു തരാം. ചോളമാണോ കടലയാണോ എന്നറിയില്ല. മരുന്നടിക്കുന്ന ഒരു കാഴ്ച കാണിക്കാട്ടോ. എവിടെയത്? അപ്പോൾ ആ ഭാഗത്ത് ചോളമാണ് കേട്ടോ, ചോളമാണ്. ഇത് കടലയാണോ എന്താണെന്നറിയില്ല ഈ ഭാഗത്ത്.
അപ്പോൾ ഇവിടെ മരുന്നടിക്കുന്ന ആ കാഴ്ച ഡ്രോണിലാണ് കേട്ടോ കേസ് മരുന്നടിക്കുന്നത്. നിങ്ങൾക്ക് കാണണ്ടോയെന്നറിയില്ല. അവർ താത്തി സൗമ്യ അത് അവിടെ നിന്ന് ഡ്രോണിലാണ് കേട്ടോ കേസ് ഇവിടെയൊക്കെ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ശരി, ഓക്കെ. നേരം ഓടി ഇങ്ങനെ വന്നോട്ടെ കേസ്. ഹോട്ടലുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചെറിയൊരു ചായക്കട കണ്ടു കേട്ടോ. ചായക്കട, ചെറിയ ഹോട്ടൽ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ചെറിയ ഹോട്ടൽ അല്ലേ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം അല്ല സമയം. ഓക്കെ, എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാട്ടെ കേസ്. ചെറിയൊരു തട്ടുകടയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. പിന്നെ തണുത്ത് വിറച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കടയിൽ നിന്നാണ് കഴിക്കാൻ പോകണം അല്ല സൗമ്യ അല്ലേ. മരച്ചോട്ടിൽ, പുളിമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളും. പുളിയുണ്ട് കേട്ടോ അല്ലേ, പുളിമരം, പുളിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫുള്ള് പുളിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പുളിമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ഇന്ന് ഇഡ്ഡലി കഴിക്കാൻ പോകണം. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, രസവും അല്ലേ. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇല്ലേ തട്ടുകടയിൽ നിന്ന് കഴിക്കണേ സൗമ്യ. ചെറിയ ഇഡ്ഡലികൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ചട്നിയും കൊള്ളാം. ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ദോശ പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങോട്ട് ദോശയും കൂടി കഴിക്കാൻ വേണ്ട, ഇനി ചായയും കൂടി കുടിച്ച് കഴിഞ്ഞാൽ പോവാല സമയം. നമുക്ക് ഇതിലാണ് കേട്ടോ പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ പഴനിക്ക് പോകാട്ടോ. ഇനി 10-40 കിലോമീറ്റർ ഉണ്ട്. യാത്ര പോകുമ്പോഴേ ഇങ്ങനെ ഇടയിൽ ചെറിയ തട്ടുകടകളിൽ നിന്നൊക്കെ വേറെ ചായ കുടിച്ചിട്ട് പോകണതേ നല്ല രസമുണ്ട് കേസ് അല്ലേ. നമ്മൾ എഞ്ചിയൊക്കെ ഇട്ട് തമിഴ്നാട് ചായ കേട്ടോ. ചെറിയൊരു തട്ടുകടയാണ് ബാക്കിൽ, ചെറിയൊരു ഷീറ്റിട്ട കടയിൽ നിന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയും ദോശയും ചായയും അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ പഴനി എത്തിയിട്ടാണ്. പഴനി എത്താൻ ഇനി ആകെ ഇവിടുന്ന് 8 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ അതോ ആ കാണുന്ന അങ്ങ് നമുക്ക് ഇപ്പോൾ ഫോണിലൂടെ കാണില്ല, മഞ്ഞിൻ്റെ ഇത് കാരണം. അപ്പം നമ്മൾ സൂം ചെയ്യുന്ന ആ ഭാഗത്താണ് കേട്ടോ പഴനി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ കുറച്ചുകൂടി പോകണം. ഇപ്പം എല്ലാവരുടെയും നല്ല ഈ ട്യൂബ് ലൈറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തോ പഴനിയിൽ എന്തോ ഒരു പരിപാടി, ഉത്സവമാണെന്ന് തോന്നുന്നു. തൈപ്പൊങ്കലിൻ്റെയോ എന്തിൻ്റെങ്കിലും ഭാഗമായിട്ടുള്ളതായിരിക്കാം. ഇനി വേറെ എന്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടിവാരത്ത് എത്തിയിട്ട് കാണാട്ടെ കേസ്. അങ്ങനെ ഫൈനലി നമ്മൾ അരുൾമിகு ദണ്ഡായുധപാണി സ്വാമി ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത്തിരി കുറച്ചേ ഉള്ളൂ കേട്ടോ കേസ്. നമുക്ക് 3-4 പശുക്കുട്ടികൾ കിടക്കുന്ന കാഴ്ച നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം പഴനി മുരുക ഭഗവാന്റെ അടുത്തേക്ക് എത്തി. കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹം ഇന്ന് സാധിച്ചു ഇവിടെ എത്തിയിട്ടാണ്. 1 വർഷമായിട്ട് നമ്മളിവിടേക്ക് വരണം വിചാരിച്ചിരിക്കുകയായിരുന്നു. വീട് കെട്ടിയിട്ട് വരാമെന്നുള്ളത് പിന്നെ അങ്ങനെ തീരുമാനം മാറ്റിയിട്ട് വീട് കെട്ടി നമ്മളൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ. നമ്മളിപ്പോൾ വരുന്ന ദിവസം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി കുറവ് ചിലപ്പോൾ ഉണ്ടാവും നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അടിപൊളിയായിട്ട് കഴിച്ചു നമ്മളങ്ങനെ ഇവിടെ എത്തി. ഭഗവാന്റെ ദർശനം ഇനിയിപ്പോൾ അതാണിപ്പോൾ വൈകുന്നേരത്ത് തങ്കത്തേരും കാര്യങ്ങളൊക്കെ കാണണം. പഴനിയിൽ കുറേ കാഴ്ചകളുണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാട്ടെ. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകട്ടെ. 3 കിലോമീറ്ററാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെയാണ് പഴനിയുടെ ബസ് സ്റ്റാൻഡും ആ കുതിരവണ്ടിയിലൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ ഇനി ഫ്രണ്ടിൽ പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. 1 വർഷം മുമ്പ് വന്നതാണ്. നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്, പഴനിയൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങുക. അതെ, അന്ന് എല്ലാം അവിടെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ എവിടെയും കാണാനും കാഴ്ച കാണാനൊന്നും പോകാൻ പറ്റില്ല അന്ന്. ഇന്ന് എന്തായാലും നമ്മൾ റൂമിൽ പോയി റൂമെടുത്ത് ബാഗൊക്കെ വെച്ചിട്ട് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അടിപൊളിയായിട്ട് കേസ്. അങ്ങനെ നമ്മൾ ഭഗവാന്റെ നാട്ടിൽ ഭഗവാന്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. അടിപൊളി. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ പഴനി മലയിലേക്ക്. തങ്കത്തേരുണ്ടോ എൻ്റെ പാട്ട് കേട്ട് നിങ്ങളാരും ഓടരുത് ഓടരുത് ഓടരുത്. അമ്മ നേരെ പോണ അവിടെയാണ് രാംരാജ്. ഇവിടെ എല്ലാം ഉണ്ട് അല്ലേ.
നിൽക്കട. ഓ, ഇത് പോലീസ് സ്റ്റേഷനാ? യെസ്, പഴനി പോലീസ് സ്റ്റേഷൻ. ഇവിടെ നിറയെ ഹോട്ടലുകളൊക്കെ ഉണ്ട് സ്വാമി. അന്നപൂർണേശ്വരി വെജ് ഹോട്ടലൊക്കെ ഇവിടെ നിന്ന് തിരക്ക് തുടങ്ങുകയാണ് അല്ലേ? ഓ, ജനനായകൻ്റെ പോസ്റ്റാണല്ല അവിടെ. എന്താ റൈറ്റ് സൈഡൊക്കെ ഇതാണ് സ്റ്റാൻഡ്. ഇവിടെ പിന്നെ ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാ, ആരും ഹെൽമെറ്റ് ഇല്ല. അധികം പേര് ഹെൽമെറ്റ് ഉള്ള നമ്മുടെ അവിടുത്തെ പോലെയല്ല. നമുക്കവിടെ നമുക്ക് സ്ട്രിക്റ്റാണ്, ഇവിടെ സ്ട്രിക്റ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ ഹെൽമെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ല എല്ലാവരും നമ്മളെങ്ങനെ നോക്കുന്നപ്പോൾ അത് ഹെൽമെറ്റ് ഇട്ട് വരുന്ന കണ്ടാൽ തന്നെ കേരളത്തിലാണെന്ന് വിചാരിച്ചോളൂ. അവർക്ക് മനസ്സിലാവുമല്ലോ. നേരെ അമ്പലം കാണണ്ട. ഓ, അവിടെ നിന്ന് കയറി കാണുമല്ലേ? അതല്ല ആ പാലം. അപ്പം നമ്മൾ ഒരു തവണ വന്നിട്ട് ഇവിടെ നിന്നേ ഒരു റീലെടുത്ത് നല്ല വ്യൂ പോയത്. പിന്നെ അന്നത്തെ നല്ല വ്യൂ കിട്ടാം. അന്ന് നമുക്ക് 2000 രൂപ 1000 ഒക്കെയാണ്. ഇതാണ് നമ്മുടെ പഴനി ബസ് സ്റ്റാൻഡ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പഴനിയിൽ. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോയിൽ പോകാം, കുതിരവണ്ടിയിൽ പോകാം. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇന്ന് പറഞ്ഞാൽ പഴനി അതാ നേരെ കാണുന്നതാണ് പഴനി. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ അല്ലേ, പഴനിമല നേരെ കാണുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ. അതെ, കുതിരവണ്ടികളൊക്കെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ കുതിരവണ്ടികളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ആളുകളെ കാത്തിട്ട് കണ്ടില്ലേ? അതാ കുറേ കുതിരവണ്ടികളുണ്ട്, ഓട്ടോകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഓട്ടോറിക്ഷകളുണ്ട്. നമുക്ക് അതിൽ പോകാം. പഴനിമല അടിവാരത്തിലേക്ക് അങ്ങനെ പോകാട്ടോ. അപ്പോൾ നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാ ആണ്ടവാ ഭഗവാനെ. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല അടിപൊളി, നല്ല ഭംഗിയിൽ. ഒന്നും അത്ര വിസിബിലിറ്റി ഇല്ല. ഒന്നും നല്ല തിരക്കുണ്ട്. പായസ പ്രസാദ വിതരണം അല്ലേ? അതെ. അപ്പം നമ്മുടെ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടൽ VPS ഗ്രാൻഡിലാണ്. നോക്ക് സമയത്ത് ഈ കുട്ടിൻ്റെ അപ്പൊ നമ്മളിപ്പോ നിക്കണതേ നമ്മള് എവിടെയാന്ന് കാണിച്ചു തരാട്ടാ. അതാ അങ്ങോട്ട് നോക്കിയേ. അതെ, നമ്മള് അങ്ങനെ ഫൈനലി നമ്മുടെ പഴനിമലയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ വൈകുന്നേരം ആട്ടാ തൊഴുതാൻ വേണ്ടി പോണത്. ഇപ്പൊ എന്തായാലും പഴനിയിലെ ചില കാഴ്ചകൾ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കണം. ഇതാണ് ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം. അപ്പൊ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളെ കാണിച്ചത് കേട്ടോ. നോക്കിയോ, ഒരുപാട് ജനങ്ങൾ ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നല്ല തിരക്കുണ്ട്. അപ്പൊ അടിപൊളിയിട്ടൊക്കെ സൂപ്പർ. എന്തായാലും മുരുക ഭഗവാനെ വേഗം പോയി തൊഴുക.